ഹായ് ഗൈസ്, ഈ തവണ ഞങ്ങൾ ഓഗസ്റ്റ് അവസാനമൊക്കെയായി നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വാഗമണ്ണിലേക്ക് പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ ഞങ്ങൾ വാഗമണ്ണിലേക്ക് പോയ ആ സമയത്തുള്ള കുറച്ച് വീഡിയോസ് ഞങ്ങൾ എടുത്തിരുന്നു. അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. സാധാരണ ഞങ്ങൾ നാട്ടിലൊക്കെ പോകുമ്പോൾ നേരത്തെ കുട്ടിയൊക്കെ പ്ലാൻ ചെയ്താണ് പോവാറ്. ഇത്തവണ മറ്റു ചില തിരക്കുകളൊക്കെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് വാഗമൺ. നമ്മുടെ സ്വിറ്റ്സർലൻഡിന്റെ ഒക്കെ പോലെ ചെറിയൊരു തണുപ്പും കുളിരും എല്ലാം നമുക്ക് അവിടെ അനുഭവിക്കാം. ഞങ്ങൾ പോകുന്ന വഴിക്ക് പലയിടത്തും ഇങ്ങനെ ആൾക്കാരൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോസ് ഒക്കെ എടുക്കുന്ന രംഗാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് കാണാവുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൊട്ടക്കുന്നുകളാണ്. മൊട്ടക്കുന്നുകളുടെ നല്ലൊരു ശേഖരം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഈ ഭാഗത്ത് കയറി. എന്താ രസം! ഞാൻ അതിലൂടെയൊക്കെ കുറെ ഓടിയൊക്കെ നടന്നു. നല്ല രസമാണ് അതിൽ നടക്കാനൊക്കെ ആയിട്ട്. നല്ല കാറ്റാ, നമ്മളെയൊക്കെ പറപ്പിച്ചു കൊണ്ടുപോകുന്ന കാറ്റാണ്. തണുപ്പിനെ പ്രതിരോധിക്കാൻ കരുതിയുള്ള ഡ്രസ്സൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായില്ല. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഇതിലും വലിയ തണുപ്പൊക്കെ അതിജീവിച്ച ആൾക്കാരല്ലേ, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അതിമനോഹരമായ സ്ഥലത്തുകൂടെ ഞങ്ങൾ കുറേ നേരം യാത്ര ചെയ്തു. ഞങ്ങൾ ഏകദേശം ഒരു 2-3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 2 റിസോർട്ടുകളിൽ ആയിരുന്നു ഞങ്ങൾ താമസിച്ചത്. നിങ്ങൾ ആരെങ്കിലും വാഗമണ്ണിൽ പോകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒന്ന് പോകണം. നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര മനോഹരമായ സ്ഥലങ്ങളാണെന്നറിയാവോ? കാണണമെങ്കിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ അതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് വിദേശങ്ങളിലേക്ക് പോകാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പാറക്കെട്ടുകൾ കണ്ടപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത രംഗാണ് ഈ കാണുന്നത്. പേടിയായിരുന്നു എനിക്ക് അതിന്റെ മേളിലൊക്കെ പിടച്ചു കയറാനായിട്ട്. പിന്നെ ടോമിന്റെ ഹെൽപ്പോടുകൂടി അതിന്റെ മേളിൽ പിടച്ചു കയറിയെങ്കിലും കാറ്റ് വന്ന് നമ്മളെ അങ്ങോട്ട് തള്ളി താഴേക്ക് ഇടുന്ന പോലെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വാഗമണിലേക്കൊക്കെ പോയിരിക്കുന്നത്. എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് വാഗമൺ വളരെ മനോഹരമായ സ്ഥലമാണെന്നും നല്ല റിസോർട്ടുകളൊക്കെ ഉണ്ടെന്നൊക്കെ. ഈ തവണ അങ്ങനെ പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയതോടുകൂടി ഞാൻ വളരെ ഹാപ്പിയാണ്. കണ്ടില്ലേ, എത്രയോ ജനങ്ങളാണെന്നറിയാവോ? നമ്മളുടെ നാട്ടിലിപ്പോൾ ആൾക്കാർ പണ്ടത്തെ മാതിരിയൊന്നും അല്ല. ഈ ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആയി തുടങ്ങി. ഏതായാലും വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മുടെ ഈ ജോലിയും സ്ട്രെസ്സിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് സമയം 1-2 ദിവസം അവധി കിട്ടുമ്പോൾ ഫാമിലി ഒരുമിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുക എന്നുള്ളത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും കുളിർമ കിട്ടുന്ന ഒന്നാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊന്നും ഇതൊന്നും നടന്നിട്ടില്ല. ഇനി ആരെങ്കിലും വാഗമണ്ണിൽ പോകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിൽ പോകുമ്പോൾ വാഗമണ്ണിൽ പോവുക. അപ്പൊ വീണ്ടും കാണാം മറ്റൊരു പുത്തൻ വീഡിയോ ആയിട്ട്. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. ബൈ ബൈ.